നമ്മളൊക്കെ പലപ്പോഴും തകർന്നു പോകുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഇഷ്ടപ്പെടുന്നത്, നമ്മൾ നേടാൻ കൊതിക്കുന്നത് നേടാൻ സാധിക്കാതെ വരുമ്പോഴാണ്. നേടാൻ ആഗ്രഹിച്ചത് നേടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ സ്റ്റേറ്റാണ് പലപ്പോഴും പലരെയും സ്ട്രെസ്സിലേക്കും പിന്നീട് ഡിപ്രഷനിലേക്കും ആൻസൈറ്റിയിലേക്കും ഒക്കെ തള്ളിവിടുന്നത്. നോക്കൂ, ഇതിന് ആത്മീയമായ എന്ത് സൊല്യൂഷനാണുള്ളത്? ഇമോഷണലി നമുക്കിതിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ സാധിക്കും? പഠിക്കണം. വിശുദ്ധ ഗ്രന്ഥങ്ങളിലേക്ക് തിരിച്ചു പോകണം. ഭഗവത്ഗീതയിലേക്ക് പോകണം, വിശുദ്ധ ഖുർആനിലേക്ക് പോകണം, ബൈബിളിലേക്ക് പോകണം. ഭഗവത്ഗീതയിൽ ചാപ്റ്റർ നമ്പർ 2 വേഴ്സ് നമ്പർ 47, വിശുദ്ധ ഖുർആനിൽ ചാപ്റ്റർ നമ്പർ 51 വേഴ്സ് നമ്പർ 9 പറയുന്നത് കുലയുസീബന ഇല്ലാമ കത്തബല്ല എന്നാണ്. ദൈവം വിധിക്കാതെ നിങ്ങൾ ഒന്നും അനുഭവിക്കില്ല. ഇന്ന് ജീവിതത്തിൽ അനുഭവിക്കുന്നതെല്ലാം എനിക്ക് വേണ്ടി എന്നോ ഒരിക്കൽ എൻ്റെ ദൈവം എഴുതി വെച്ചതാണ് എന്ന ബോധമാണ് ഇത്തരം റിജക്ഷൻ വരുമ്പോൾ, ഇത്തരം ഫെയിലിയർ വരുമ്പോൾ, ഇത്തരം വീഴ്ചകൾ വരുമ്പോൾ നമ്മളെ ആത്മീയമായി പിടിച്ചു നിർത്തുന്നത്. നോക്കൂ, നമ്മളൊരു പ്ലാനിൽ